ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ഇപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ ആയി തുടങ്ങി. അപ്പോൾ എപ്പോഴും വെള്ളം കുടിക്കുന്നതിൻ്റെ പകരം ഇടയ്ക്ക് ഒരു ജ്യൂസൊക്കെ കുടിക്കാനായിട്ട് തോന്നും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു അടിപൊളി ലെമൺ സ്ക്വാഷ് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്കും നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനും കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് 18 വലിയ ചെറുനാരങ്ങകളാണ്. ഇപ്പോൾ ചെറുനാരങ്ങ ഒത്തിരി മാർക്കറ്റിൽ കിട്ടാനുണ്ട്, അതേപോലെ വിലയും കുറവാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ സ്ക്വാഷ് ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ അധികം കാശ് ചിലവാക്കാണ്ട് നല്ല അടിപൊളി ജ്യൂസ് നമ്മുടെ ഗസ്റ്റിന് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഇത് നന്നായി കഴുകി റെഡിയാക്കണം. ഇതേപോലെ. അതിനുശേഷം ഈ ചെറുനാരങ്ങ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കണം. പിന്നെ ചെറിയ ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചോളൂ, തിളച്ച വെള്ളമൊന്നും ഒഴിക്കല്ലേ. ഇങ്ങനെ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നാരങ്ങ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങയുടെ ജ്യൂസ് നല്ലോണം കിട്ടും. അപ്പോൾ അത് കാരണം ഈ ഒരു സ്റ്റെപ്പ് മറക്കരുത്. ഇത് 1/2 hour to 1 hour വരെ ഇങ്ങനെ വെക്കാം. അതിനുശേഷം വെള്ളമൊക്കെ കളഞ്ഞ് നന്നായി തുടച്ചെടുക്കണം. പിന്നെ എല്ലാ ചെറുനാരങ്ങയും ഹാഫായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ജ്യൂസ് എടുക്കാനായിട്ട് എളുപ്പമാവും. പിന്നെ കുരുവൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ അത് ജ്യൂസ് എടുത്തതിന് ശേഷം മരിച്ചാലും മതി. അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറുനാരങ്ങയ്ക്ക് കേടുണ്ടെങ്കിൽ അത് സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യരുത്. അപ്പോൾ അങ്ങനെ കേടുള്ളതൊന്ന് മാറ്റി വെച്ചോളോ. പിന്നെ ഈ ചെറുനാരങ്ങയുടെ തൊണ്ട് കളയേണ്ട ആവശ്യമില്ല. അത് വെച്ചിട്ട് അച്ചാറും ക്ലീനിങ് ലിക്വിഡും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ജ്യൂസി ആയിട്ടുള്ള ചെറുനാരങ്ങയാണ്. ഇതേപോലെ എല്ലാ ചെറുനാരങ്ങയുടെ ജ്യൂസും അരിപ്പ വെച്ചിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുക. ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് 2 കപ്പ് ജ്യൂസാണ് കിട്ടിയത്. ഈ ജ്യൂസ് ഉടനെ തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചോളോ, ഇല്ലെങ്കിൽ കയ്പ്പ് രസം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതിനാവശ്യമില്ല സിറപ്പ് ഉണ്ടാക്കാം. നമ്മളെപ്പോഴും ചെറുനാരങ്ങ പിഴിഞ്ഞ ജ്യൂസിൻ്റെ ഡബിളാണ് പഞ്ചസാര എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 2 കപ്പ് ചെറുനാരങ്ങ ജ്യൂസാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഡബിൾ 4 കപ്പ് പഞ്ചസാരയാണ് എടുക്കണേ. അപ്പോൾ അതായത് 4ാമത്തെ കപ്പ് പഞ്ചസാരയാണ്. ഇനി അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർക്കുക. ചെറുനാരങ്ങയുടെ ജ്യൂസും വെള്ളവും സെയിം മെഷർമെൻറ്റിൽ എടുക്കണം. അതേപോലെ പഞ്ചസാര ഡബിൾ എടുക്കണം. ഇനി ഈ പഞ്ചസാര മെൽട്ടാക്കിയിട്ട് സിറപ്പാക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോളൂ, അപ്പോഴാണ് പെട്ടെന്ന് മെൽറ്റ് ആവുക. ഇതിൽ നമ്മൾ കളറും പ്രിസർവേറ്റീവ്സും ഒന്നും ചേർക്കണില്ല. എന്നാലും ഇത് അത്യാവശ്യം കാലം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ സിറപ്പ് ഇങ്ങനെ തൊടുമ്പോൾ നല്ല സ്റ്റിക്കി ആയിരിക്കണം. ഒരു ഹാഫ് സ്ട്രിങ് കൺസിസ്റ്റൻസി ഒക്കെ ആകുമ്പോൾ തന്നെ പെർഫെക്റ്റ് ആണ്. ചെറിയൊരു നൂല് പോലെയൊക്കെ ആയി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ നല്ലോണം തിളച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ സ്റ്റിക്കി ആയിട്ടില്ല. അപ്പം ഇനി കുറച്ചും കൂടി തിളപ്പിക്കാം. അതേപോലെ എങ്ങാനെങ്കിലും നമ്മുടെ സിറപ്പ് കുറച്ച് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്താൽ മതി. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിക്കോളും. ഇപ്പം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. ഇതാ നോക്ക്, കുറച്ച് സ്റ്റിക്കി ആയിട്ട് ചെറിയ നൂല് പോലെയൊക്കെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതേപോലെ ഹാഫ് സ്ട്രിങ് ഒക്കെ വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ സിറപ്പൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാരയിലൊക്കെ വല്ല അഴുക്കുണ്ടെങ്കിൽ അപ്പോൾ അതും പോയി കിട്ടും. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ക്വാഷ് കിട്ടും. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ ലെമൺ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴുകി ഉണക്കി ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇത് കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഈ സ്ക്വാഷ് സെർവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു നല്ല ഗ്ലാസ് എടുക്കുക. അതിലേക്ക് 2 or 3 ഐസ് ക്യൂബ്സ് ഇടുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ലെമൺ സ്ക്വാഷിൽ നിന്ന് 3 or 4 ടേബിൾ സ്പൂൺ സ്ക്വാഷ് ഒഴിക്കുക. നിങ്ങൾക്ക് എത്രയും മധുരം വേണ്ടേ അതിനനുസരിച്ച് ചേർക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഐസ് കൂൾ ആക്കണമെങ്കിൽ നല്ല തണുത്ത വെള്ളം ഒഴിക്കാം, ഇല്ലെങ്കിൽ നോർമൽ വാട്ടർ ഒഴിക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് 2 മിൻറ്റ് ലീഫും വെക്കാം. അങ്ങനെ നമ്മുടെ ലെമൺ ജ്യൂസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുടിച്ചു നോക്കാം. ഇത് നല്ല കൂൾ ആൻഡ് റിഫ്രഷിംഗ് ആണ്. ലെമൻ്റെ അടിപൊളി ഫ്ലേവറും ഉണ്ട്, അതേപോലെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ കുടിക്കാൻ നല്ല സുഖമാണ്.
അതേപോലെ ഗസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പഞ്ചസാരയൊക്കെ കലക്കി സമയം കളയണ്ട. പിന്നെ നമ്മുടെ സ്ക്വാഷ് സ്റ്റോർ ചെയ്യാൻ 2-3 ടിപ്പ് പറഞ്ഞുതരാം. കുപ്പി നല്ല ക്ലീൻ ആയിരിക്കണം. അതേപോലെ വെള്ളത്തിന്റെ അംശം ഒട്ടും പാടില്ല. അതേപോലെ ഗ്ലാസിന്റെ ബോട്ടിലാണെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ കുപ്പിയിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.